വെയിലൊക്കെ പോയി മഴക്കാലം തുടങ്ങിയപ്പോഴാണ് ഒരാൾക്കൊരാഗ്രഹം തോന്നിയത്. വേറൊന്നുമല്ല, ഒരു മാങ്ങാത്തര ഉണ്ടാക്കി കഴിക്കാനാണ്. സാധാരണ എല്ലാവരും ചൂട് സമയത്ത് മാങ്ങാത്തര ഉണ്ടാക്കി വെച്ചിട്ട് ഈ മഴക്കാലമൊക്കെ ആയി മാങ്ങയൊക്കെ കിട്ടാത്തൊരു സമയം വരുമ്പോഴത്തേക്ക് കഴിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഒരാൾ മാങ്ങാത്തര ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം കാരണം വേറൊന്നുമല്ല, നമ്മളിതിനു മുമ്പ് മാങ്ങയുടെ ഒരു ജാം ഉണ്ടാക്കിയ സമയത്ത് അത് നമുക്ക് ചീമ്പ് മാങ്ങയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നല്ല മൂവാണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ മാങ്ങാത്തര ഉണ്ടാക്കാൻ ഈ മാങ്ങയാണ് ബെസ്റ്റോട് ബെസ്റ്റ്. അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ ശ്രീജയുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് മാങ്ങാത്തര ഉണ്ടാക്കാനായിട്ടും ഞാനും കൂട്ട് നിന്നു. അങ്ങനെ പുള്ളിക്കാർ തന്നെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത്. അപ്പം എന്തായാലും അവളുടെ ആഗ്രഹമല്ലേ മാങ്ങാത്തര ഉണ്ടാകാൻ. ഇപ്പോൾ വെയിൽ ഉണ്ടായാലും അപ്പം വെയിലുള്ള സമയത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തോട്ടെന്ന് വിചാരിച്ചാണ് ഞാനും കൂടെ നിന്നത്. ഇല്ലെങ്കിൽ പിന്നെ പോട്ടേന്ന് വെക്കാമല്ലോ. അപ്പം എന്തായാലും പുള്ളിക്കാർ തന്നെ സ്വന്തമായിട്ടെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ കൂടെ നിന്നതേ ഉള്ളൂ. അങ്ങനെ മാങ്ങാത്തര ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലോപ്പാകുമോ എന്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ സമയത്ത് ഞാനൊരു ടിപ്പ് പറഞ്ഞു കൊടുത്താണ്. നമ്മുടെ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് പാത്രം ചൂടാകുമ്പോഴേക്കും ഈ മാങ്കോ പൾപ്പെല്ലാം കൂടെ അതിനകത്തോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മാങ്ങ പകുതി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ചൂടും കൂടെ കയറുന്നതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് പറഞ്ഞത് ആളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു സമയം ആയപ്പോഴത്തേക്കും അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത്. അപ്പോൾ ഇതായിരുന്നു പിന്നെ ഫൈനൽ അതിൻ്റെ ലുക്ക്. കാരണം അത് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഓയിലും കൂടെ തടവി കൊടുക്കണം, എങ്കിലേ ഉണങ്ങി വരുമ്പോഴത്തേക്ക് അത് നമുക്ക് വിട്ട് വരത്തുള്ളേ. അങ്ങനെ എന്തായാലും ശ്രീജ അത് പാത്രത്തിലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ചൂട് മാറിയപ്പോഴേക്കും, എന്നാലും നല്ല ചൂട് ആവി പറക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയമെടുത്താണ് അത് കുറച്ചെങ്കിലും ഒന്ന് ഉണങ്ങിക്കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇത് ഉണങ്ങിക്കിട്ടിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. കാരണം കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം പൊക്കിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരുന്നത്. ഈ പരുവത്തിലേക്ക് ആയി കിട്ടിയെന്ന്. എന്നിട്ടും അത് നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യത്തിൽ ഈ സാധനം ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല വെയിൽ വേണം. നല്ല വെയിലാണെങ്കിൽ ഒരു ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടും. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വെയിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടേണ്ട സംഭവമാണ്. ഈ മഴക്കാലത്ത് ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തേക്കും 3-4 ദിവസം പിടിച്ച്. എന്നിട്ടും അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും നല്ല മഴയാണേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരുടെ കാത്തിരിപ്പിന് വിഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരുവത്തിലേക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു കേക്ക് മുറിക്കുന്ന ലാഘവത്തോടെയാണ് ഞാനത് കട്ട് ചെയ്തത്. കാരണം നല്ല രസമുണ്ടായിരുന്നു മുറിക്കാനായിട്ട്. കുറച്ച് ഭാഗം കൂടെ ഉണങ്ങാനുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കൊള്ളാം. കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് വന്ന ഒരു പുഡിങ്ങൊക്കെ കട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും കൊള്ളായിരുന്നു സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ശ്രീജാട്ട ടേസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നാലും സംഭവം പകുതിക്ക് വെച്ച് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. സത്യം പറഞ്ഞാൽ അവർക്ക് ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ ക്ഷമിച്ചിരുന്നെങ്കിൽ കറക്റ്റ് മാങ്കോ തര തന്നെ കിട്ടിയേനെ. ക്ഷമയില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും.